ഇത് മലപ്പുറത്ത് സമീപകാലത്ത് തന്നെയാണ് ആദ്യം നിപ്പ തൊട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ട് അധിക സമയമായിട്ടില്ല. പിന്നാലെയാണ് വീണ്ടും ഒരു നിപ്പ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ആശങ്കയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടിയുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് വലുതാകാനുള്ള സാധ്യതയുമുണ്ട്. ബംഗളൂരുവിൽ നിന്ന് വന്നതാണ്, പിന്നീട് പനി ഉണ്ടാകുന്നു. അങ്ങനെ അപ്പോൾ ഏതു തരത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഐസൊലേഷനിലൊക്കെ കുറച്ച് ആളുകളുണ്ട്, അവരുടെയൊക്കെ ആരോഗ്യനിലയൊക്കെ ഏത് തരത്തിലാണ്? മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ഒരു പനി സർവേ ആരംഭിക്കും. ആ സർവേ ഇന്ന് മുതൽ നടക്കുകയാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർ അങ്ങനെയുള്ള ഈ പൊതുപ്രവർത്തകരുടെ എല്ലാം തന്നെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അത് വീട് വീടാന്തരം കയറി ആർക്കൊക്കെ പനിയുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. അത്തരത്തിൽ പനിയോ പനിയുടെ ലക്ഷണങ്ങളോ അതിന് സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങളോ ഒക്കെ കാണുന്നവരെ മുഴുവൻ അവർ കണക്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പരിശോധനകളും അതോടൊപ്പം തന്നെ മറ്റ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതായത് പനി സർവേ നടത്തും ഇന്ന് എന്നർത്ഥം. പ്രത്യേകിച്ച് ഈ തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പനി സർവേ നടത്തുന്നത്. അവിടെ എല്ലാം തന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. മലപ്പുറത്തൊരു മുഴുവൻ പ്രദേശങ്ങളിലും മാസ്ക് നിർബന്ധമാക്കണം എന്ന ഒരു നിർദ്ദേശം വരെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇവരുടെ കണ്ടെയ്ൻമെൻറ്റുമായി സംബന്ധിച്ചാണ്. ഈ 3 വാർഡുകളിൽ, അതായത് 4 വാർഡുകളിൽ, തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡിലുമായി ഇപ്പോൾ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കാർക്ക് ആ പ്രദേശത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് DHSൻ്റെ നേതൃത്വത്തിലുള്ള യോഗം ഇന്ന് രാവിലെ കലക്ട്രേറ്റിൽ ചേരും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്യും. പക്ഷേ എത്രയൊക്കെ ആശങ്കകൾ വേണ്ട എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ഈ നിപ്പയുടെ ആവർത്തനം, അതായത് 1 മാസത്തോടു കൂടി ആകുമ്പോഴേക്കും രണ്ടാമതൊരു കേസ് കൂടി കണ്ട സാഹചര്യത്തിൽ പൊതുവിൽ അത്തരത്തിലുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ ഇത് വ്യാപകമായ രീതിയിൽ പടർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യവും അതോടൊപ്പം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം ഇപ്പോഴും ആരോഗ്യവകുപ്പിനുണ്ട്. ഈ 24-കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റുകളെല്ലാം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 151 പേരുടെ കോൺടാക്റ്റാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ തയ്യാറാക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത് ഈ നിപ്പ പ്രോട്ടോകോൾ പ്രകാരം അല്ല. കാരണം നിപ്പ ആ സമയത്ത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല എന്നതും ഒരു പ്രശ്നമായി അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ യോഗത്തോടു കൂടി, DHSൻ്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ യോഗത്തോടു കൂടി കാര്യമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.